ഹിപ്പപ്പൊട്ടോ മോൺസ്ട്രോസ്കെപ്പിഡാലിയോഫോബിയ. നീളമുള്ള വാക്കുകളോട് പേടിയുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹിപ്പപ്പൊട്ടോ മോൺസ്ട്രോസ്കെപ്പിഡാലിയോഫോബിയ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷന് എന്ത് ഉപയോഗമാണ് കിട്ടുന്നത്? പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഫിയർ ഓഫ് ലോങ് വേർഡ്സ്? എന്നിട്ട് 4 ഓപ്ഷനും തന്നു. മോസ്റ്റ് പ്രോബബ്ലി ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്? നിങ്ങൾ കുറേ പേരെ സംബന്ധിച്ചെങ്കിലും ഇപ്പോൾ പറഞ്ഞ ഇൻഫർമേഷൻ ഒരു പുതിയ അറിവായിരിക്കും. ഈ ഇൻഫർമേഷൻ ഇപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലുണ്ട്. എവിടെയാണ് ഈ ഷോർട്ട് ടേം മെമ്മറി? എങ്ങനെ ഇപ്പോൾ ഒരു പുതിയ മെമ്മറി നിങ്ങളുടെ തലയിൽ ക്രിയേറ്റ് ആയി? നീറ്റ് പോലൊരു എക്സാമിനെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് മെമ്മറി ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങളിൽ പലരുടെ ഒരു പ്രധാന പ്രശ്നമായിരിക്കും ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. 2-3 തവണ വായിച്ചാണ്, എന്നിട്ടും തലയിൽ ഇപ്പം ഓർമ്മ നിൽക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മശക്തി കുറച്ച് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഓർമ്മ, അല്ലെങ്കിൽ എന്താണ് ഈ മെമ്മറി എന്നുള്ള സാധനം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ മെമ്മറി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം മെമ്മറി ഉണ്ടാകുന്നത്? ഒരു പുതിയ കാര്യം പഠിച്ചതിന് ശേഷം അതെങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം മെമ്മറി ആയി മാറുന്നത്? അത് പിന്നീട് ലോങ് ടേം മെമ്മറി ആകുന്നത് എപ്പോഴാണ്? ഈ ഉണ്ടായ മെമ്മറിനെ നമുക്ക് എങ്ങനെ സ്ട്രോങ് ആക്കാം? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എവിടെയാണ് നമ്മുടെ മെമ്മറികൾ സ്റ്റോർ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള മെമ്മറി സ്റ്റോർ ചെയ്തേക്കുന്ന ഭാഗത്തല്ല നമ്മളിപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള മെമ്മറി സ്റ്റോർ ചെയ്തേക്കും. സോ പലതരത്തിലുള്ള മെമ്മറിക്കും നമ്മുടെ ബ്രെയിനിലെ പല ഭാഗങ്ങൾ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നും കൂടെ സൂം ചെയ്ത് നോക്കുമ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ബ്രെയിനിലെ സെൽസ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ്. ഓരോ ന്യൂറോണിലും ഓരോ പീസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓരോ മെമ്മറി എന്ന രീതിയിലല്ല ഇത് സ്റ്റോർ ആയിരിക്കുന്നത്. ഓരോ മെമ്മറിയും ഓരോ ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ മെമ്മറികളും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറീസും ഇന്റർ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ റെഡ് എന്ന കളർ എവിടെയെങ്കിലും കാണുമ്പോൾ എൻ്റെ തലയിൽ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ വണ്ടിയാണ്, എൻ്റെ കാറാണ്. കാരണം ഡെയിലി ഞാൻ കാണുന്ന ഒരു റെഡ് സാധനമാണ് എൻ്റെ കാർ. അതേപോലെ എൻ്റെ കാറ് കാണുമ്പോൾ ഒബ്വിയസ്ലി റെഡ് എന്ന കളറും മനസ്സിൽ വരും. ഈ 2 കാര്യങ്ങളും കണക്ട് ചെയ്താണ് എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഓരോ മെമ്മറിയും ബ്രെയിനിൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ മെമ്മറിയും ഓരോ എൻഗ്രാമിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് പറയാം. ആൻഡ് എൻഗ്രാം ഇസ് സെഡ് ടു ബി ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ മെമ്മറി ഇൻ ദ ബ്രെയിൻ. സോ ഇത്ര അറിഞ്ഞിരിക്കുക, നിങ്ങൾ ജനിച്ച മൊമെന്റ് തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളെയും ബേസ് ചെയ്ത് ഒരുപാട് ന്യൂറോണൽ നെറ്റ്വർക്ക്സ് നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്. ഈ നെറ്റ്വർക്കുകളിലാണ് നിങ്ങളുടെ മെമ്മറി എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴും നേരെ പുതിയൊരു ബ്രാൻഡ് ന്യൂ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനല്ല ബ്രെയിൻ ശ്രമിക്കുന്നത്. ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻസും നെറ്റ്വർക്കും ഉണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സ് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ നിങ്ങൾക്കൊരു പുതിയ കോൺസെപ്റ്റ് ജസ്റ്റ് തിയറി ഒരു ഡെഫിനിഷൻ സെന്റൻസ് മാത്രം പറഞ്ഞു തന്നു, എന്നിട്ട് അത് പഠിച്ചോളാൻ പറഞ്ഞു. മറ്റൊരു ടീച്ചർ ആ സെയിം തിയറി തന്നെ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിട്ട് ലിങ്ക് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ ഈ രണ്ടാമത്തെ ടീച്ചർ ക്ലാസ് എടുത്തതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായതും ഇഷ്ടപ്പെട്ടതും. ഇതിന്റെ റീസൺ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുതിയ കാര്യങ്ങളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെമ്മറീസ് ആയിട്ട് കണക്ട് ചെയ്യാനാണ് എപ്പോഴും ബ്രെയിൻ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഓരോ മെമ്മറി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് അല്ല, അത് മോഡിഫയബിൾ ആണ്. ഈ വീഡിയോ ഇതുവരെ കണ്ടപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും, അതുപോലെ കുറച്ച് പുതിയ കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോണൽ കണക്ഷൻസ് കുറേ കൂടെ സ്ട്രോങ്ങർ ആക്കും. അതേസമയം എൻഗ്രാം എന്നുള്ളൊരു ടേമും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു. അത് നിങ്ങൾ പലരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കാം. അങ്ങനെ ഒരു പുതിയ കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ന്യൂറോണൽ കണക്ഷൻസിൻ്റെ അകത്ത് ചേഞ്ചുകൾ വരും, അതിൻ്റെ അകത്ത് വീണ്ടും പുതിയ കണക്ഷൻസ് ഉണ്ടാവും, അങ്ങനെ മോഡിഫിക്കേഷൻസ് സംഭവിക്കും. ഇങ്ങനെ ന്യൂറോണൽ മോഡിഫിക്കേഷൻ സംഭവിച്ച് ആ മെമ്മറിയിൽ തന്നെ ചേഞ്ച് വരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ മെമ്മറിയെക്കുറിച്ചുള്ള മെമ്മറി നിങ്ങളുടെ ബ്രെയിനിൽ മോഡിഫൈ ആയിട്ടുണ്ടാവും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിക്കുകയാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന ഇനിഷ്യൽ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും ആലോചിച്ച് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ലൈസൻസ് ഒക്കെ എടുത്ത് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും ഡ്രൈവിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന പല സ്റ്റെപ്പുകളും ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന പോലെയാകും. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പം ഗിയറൊക്കെ മാറുന്നത് ഓരോ തവണയും ആലോചിച്ചല്ല ഗിയർ മാറ്റുന്നത്. വണ്ടി പോകുന്ന സ്പീഡും എൻജിൻ്റെ സൗണ്ടും വൈബ്രേഷനും ഇതൊക്കെ ബോഡി സെൻസ് ചെയ്ത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും ആലോചിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ എളുപ്പമായിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മെമ്മറി അത്രത്തോളം സ്ട്രോങ് ആണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂറോണൽ കണക്ഷൻസ് അത്രത്തോളം മോഡിഫൈ ചെയ്ത് അഡ്വാൻസ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
നിങ്ങളിപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് ചുറ്റും നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ പല കാര്യങ്ങളും ചുറ്റും സംഭവിക്കുന്നുണ്ടോ. ഈ ചുറ്റുമുള്ള എല്ലാ ഇൻഫർമേഷനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാം സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചൊരു ഓവർലോഡാണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി നമ്മൾ റിസീവ് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ എല്ലാം കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ ഫിൽട്ടർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഒരു ഫിൽട്രേഷൻ സ്റ്റെപ്പ് മെയിനായിട്ട് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഏരിയയിലാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇൻഫർമേഷൻ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയാണ്. ഷോർട്ട് ടേം മെമ്മറി പേര് പോലെ തന്നെ ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമായിരിക്കും ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഷോർട്ട് ടേം മെമ്മറി 2 തരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോടൊരു ഫോൺ നമ്പർ ഓർത്തിരിക്കാൻ പറഞ്ഞു. ആ ഒരു നമ്പർ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൊന്ന് സ്റ്റോർ ചെയ്യുന്നത് വരെ ആ മെമ്മറിയിൽ, ഷോർട്ട് ടേം മെമ്മറിയിൽ ആക്റ്റീവായിട്ടുണ്ടാവും. എന്നാൽ ആ ഇൻഫർമേഷൻ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. ആ ഒരു ഏരിയയിൽ നെക്സ്റ്റ് പുതിയൊരു ഇൻഫർമേഷൻ വരുമ്പം അത് റിസീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ബേസിക്കലി ഇത് ഒരു മെമ്മറി കാർഡ് നമ്മൾ ഇറേസ് ചെയ്തിട്ട് അതിൽ വീണ്ടും ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു ഇൻഫർമേഷൻ കൊണ്ടുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞു എന്ന് കാണുമ്പോൾ ആ ന്യൂറോൺസിനെ പിന്നെ പുതിയൊരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഉണ്ടായിരുന്ന ആ ഇൻഫർമേഷൻ ലൂസ് ചെയ്യും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഇന്ന് മേ ബി ഒരു ക്ലാസ് ഉണ്ടായിരുന്നിരിക്കും, ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ക്ലാസ് കണ്ടു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി, കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇപ്പം നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് മെമ്മറി എന്നൊരു ഫോമിലായിരിക്കും. മുമ്പത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറേ കൂടെ സമയം എടുത്ത് പഠിച്ചൊരു കാര്യമാണ്. അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം ആ ഓൾറെഡി ഒരിക്കൽ കേട്ട കാര്യം റിപ്പീറ്റഡ് ആയിട്ട് അന്ന് തന്നെ ആ ഇൻഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീണ്ടും ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന റിപ്പീറ്റഡ് ആയിട്ട് 1-2 തവണയൊക്കെ കണ്ട ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് വർക്കിംഗ് മെമ്മറി ആയിട്ടാണ്. ബട്ട് ഇവിടെ ഓർക്കണം, ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നതും ഷോർട്ട് ടേം മെമ്മറിയുടെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. ആദ്യത്തെ എക്സാമ്പിളിൽ ആ ഇൻഫർമേഷൻ മേ ബി കുറച്ച് 1-2 മിനിറ്റ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ വർക്കിംഗ് മെമ്മറിയിൽ വരുന്ന ഇൻഫർമേഷൻ മേ ബി കുറച്ച് ദിവസങ്ങൾ വരെ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകും. നിങ്ങൾ പലരും ബോർഡ് എക്സാമിൻ്റെ ഒക്കെ തലേ ദിവസം പുതിയതായിട്ട് ഇതുവരെ പഠിക്കാത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഓടിച്ച് പഠിച്ച് തലേ കുത്തിക്കയറ്റിയൊക്കെ പോയി എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതിയപ്പം എസ്സേസ് ഒക്കെ അത്യാവശ്യം എഴുതാൻ പറ്റിയത് ഈ പറഞ്ഞ വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ആ ഇൻഫർമേഷൻ എടുത്ത് എഴുതിയത് കൊണ്ടാണ്. എന്നാൽ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഈ ഇൻഫർമേഷൻ ജസ്റ്റ് വർക്കിംഗ് മെമ്മറിയിൽ ഇരുന്നത് കൊണ്ട് മാത്രം ആയിട്ടില്ല. ഈ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമുക്ക് ഇതിനെ ലോങ് ടേം മെമ്മറിയിലോട്ട് മാറ്റണം. ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രെയിനിലെ ഒരു ഭാഗമാണ് ഹിപ്പോകാമ്പസ്. സോ എങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ആയി മാറുന്നത്? ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന റോഡുകളെല്ലാം പണ്ട് കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെ കാട് പിടിച്ച് കിടന്ന സ്ഥലത്തൂടെ മനുഷ്യന്മാർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികൾ മാത്രം ചെറിയൊരു ക്ലിയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തെ പുല്ലും ചെടികളൊക്കെ മാറി അവിടെ ചെറിയ വഴികളായി മാറി. ഈ വഴികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികളാണ് പിന്നീട് പതുക്കെ റോഡുകളൊക്കെ ആയി മാറിയത്. ആൻഡ് ഈ റോഡുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള, ഏറ്റവും കൂടുതൽ വണ്ടികൾ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഇടയിലുള്ള റോഡുകളാണ് ഹൈവേകളൊക്കെ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു മെമ്മറി നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ നാളെ രാവിലെ നിങ്ങൾ ഒന്നും കൂടെ ഓർത്തെടുക്കാൻ നോക്കി അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തു. പിന്നീട് ഇതേ ടോപ്പിക്കിൻ്റെ എക്സാം ഒരു 3 ദിവസത്തിന് ശേഷം വീക്കിലി എക്സാം വന്നു. അപ്പം അതിൻ്റെ തലേന്ന് വീണ്ടും ഈ ടോപ്പിക് ഒന്നും കൂടെ റിവൈസ് ചെയ്തു, ഒന്നും കൂടെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ പലതവണ ഈ സെയിം ഇൻഫർമേഷൻ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ബ്രെയിനിലോട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അത് റീകളക്ട് ചെയ്തെടുക്കാനൊക്കെ ശ്രമിക്കുമ്പം ആ ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇത് നമുക്ക് ലോങ് ടേമിൽ ആവശ്യമുള്ള ഒരു സാധനമാണെന്ന് ബ്രെയിനിന് മനസ്സിലായി. ഹിപ്പോകാമ്പസിന്റെ സഹായത്തോടെ ആ മെമ്മറി ആയിട്ട് ചുറ്റിപ്പറ്റിയുള്ള ന്യൂറോണൽ കണക്ഷൻസിന്റെ എണ്ണം കൂട്ടാൻ തുടങ്ങും. മറ്റ് ന്യൂറോൺസുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കൂട്ടി പുതിയ ന്യൂറോണൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകുകയും അതുപോലെ ഓൾറെഡി ഉള്ള ന്യൂറോൺസ് കൂടുതൽ ഡെവലപ്പ് ആവും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷനിലേക്ക് ഒരു ഹൈവേ പണിയുന്നത് പോലെ തന്നെയാണ് ഒരു ലോങ് ടൈം മെമ്മറി ഉണ്ടാകുന്നത്. നിങ്ങളിൽ പലർക്കും ഒരു ക്ലാസ് കഴിഞ്ഞ് അന്ന് നല്ല വൃത്തിക്കൊക്കെ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ വീക്കിലി എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞുള്ള എക്സാം വരുമ്പോഴേക്കും മുമ്പ് പഠിച്ച സാധനമൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നവർ കാണും. അപ്പോൾ ഓർക്കുക, നമ്മൾ ഒരു ദിവസം വളരെ സ്ട്രോങ് ആയി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഇൻഫർമേഷൻ സ്റ്റിൽ ഒരു ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ള ഒരു ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയി മാറണമെങ്കിൽ അത് കുറേയും കൂടെ സമയമെടുക്കും. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. പലതവണ റിവിഷൻ അതിന് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫിയർ ഓഫ് ലോങ് വേർഡ്സ്, അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് എത്ര പേർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്? ആ കംപ്ലീറ്റ് വാക്കും അതുപോലെ ഓർമ്മയുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം ഞാൻ ആ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം തൊട്ട് പുറകെ പറഞ്ഞായിരുന്നു ഇത് നിങ്ങളുടെ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അത് കേട്ടപ്പോഴേ ഈ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള സാധനം അല്ല എന്ന് ബ്രെയിനിന് മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഹിപ്പോപ്പൊട്ടാമസ് എന്നും മോൺസ്റ്റർ എന്നുള്ള 2 വാക്കെങ്കിലും മേ ബി ഓർമ്മയുണ്ടാകും.
ഇതിൻ്റെ കാരണം ഈ രണ്ട് വാക്കും ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുള്ള മെമ്മറീസ്, ലോങ് ടൈം മെമ്മറീസ് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. പ്ലസ് ഇത് രണ്ടിൻ്റെയും പിക്ചറും നിങ്ങൾ വീഡിയോയിൽ കണ്ടായിരുന്നു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മറിയോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് മേ ബി ആ വാക്കിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഹാഫ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഓർമ്മയുണ്ടാവും. ഇനി ഈ വാക്കിനെ ഒരു ലോങ് ടൈം മെമ്മറി ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഈ വാക്കിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ വരുന്ന നീറ്റ് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്, അല്ലെങ്കിൽ ഷുവറായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ആ രീതിയിൽ വേണം ആ ഇൻഫർമേഷനെ ഫസ്റ്റേ റിസീവ് ചെയ്യാൻ. എന്നിട്ട് ഈ ഒരു വാക്ക് നിങ്ങൾ ഒരു സ്റ്റിക്കി നോട്ടിലെല്ലാം എഴുതി വെച്ചിട്ട് ഇന്ന് രാത്രി, നാളെ, മറ്റന്നാൾ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് കാണുമ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തേക്കുന്ന ന്യൂറോൺസിൻ്റെ ഒരു ഘടന മാറും. അതുപോലെ ന്യൂറോണൽ നെറ്റ്വർക്സിൻ്റെ എണ്ണം കൂടും. ഓവറോൾ ആ കണക്ഷൻ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആവും. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു വാക്കാണെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ഓർത്തെടുക്കാൻ പറ്റും. സോ എങ്ങനെയാണ് ഒരു മെമ്മറി ഫോം ചെയ്യുന്നത് എന്നുള്ളത് ബേസിക് ആയിട്ടെങ്കിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഹൗ ക്യാൻ യു ഇംപ്രൂവ് യുവർ മെമ്മറി. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളൊരു പുതിയൊരു ചാപ്റ്റർ പഠിക്കുമ്പം അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോകുമ്പം ഏറ്റവും മാക്സിമം അറ്റൻറ്റീവായിട്ട് അല്ലെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ ക്ലാസ്സിന് ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ ആ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊന്നും ഇവിടെ ഒരു ഫാക്ടറേ ആകരുത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സ്ട്രോങ് മെമ്മറി ഫോം ചെയ്യണമെങ്കിൽ ആ ഇനിഷ്യലി പഠിക്കുന്ന സമയം മാക്സിമം അറ്റൻറ്റീവായിട്ട് ഇത് നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ആ ചാപ്റ്റേഴ്സിൽ വരുന്ന കോൺസെപ്റ്റിൻ്റെ ഒക്കെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനൊക്കെ ആലോചിച്ച് ആ ടോപ്പിക്കിനോടൊരു ഇൻട്രസ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ബിൽഡ് ചെയ്യുക. അതുപോലെ ആ ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുമെന്നുള്ള കാര്യം സ്വന്തം പറഞ്ഞ് മനസ്സിലാക്കി അത്രയും സീരിയസ് ആയിട്ട് ആ ചാപ്റ്ററിനെ ഫസ്റ്റ് ഇനിഷ്യലി തന്നെ പഠിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മാക്സിമം ടൈം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റിവിഷൻ എന്നുള്ളതാണ്. ഇവിടെയും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പം നിങ്ങളൊരു 10 പ്രാവശ്യം ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 പ്രാവശ്യവും സെയിം രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് പോകുന്നത് ഇൻഎഫക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ ബയോളജി ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾ വീട്ടിൽ ചെന്ന് ആദ്യം ആ ടെക്സ്റ്റ് നല്ല വൃത്തിക്കൊന്ന് വായിക്കുന്നു, അതുപോലെ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ ഒന്ന് ക്വിക്കായിട്ട് ആ ചാപ്റ്ററിൽ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യുന്നു. മൂന്നാമതൊരു തവണ ആ ചാപ്റ്റർ പഠിക്കുമ്പം നേരെ മുമ്പ് ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാതെ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ടെക്സ്റ്റ് വായിക്കുന്ന രീതിയിൽ തിരിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഇനി നാലാമതൊരു തവണ വായിക്കുമ്പം ചാപ്റ്ററിൻ്റെ ബാക്കിൽ നിന്ന് സമ്മറി വായിച്ചിട്ട് ബാക്കിൽ നിന്ന് വായിച്ച് വരിക. ഇങ്ങനെ ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് കുറേ പ്രാവശ്യം റിവിഷൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് പാസീവായിട്ട് ചുമ്മാ ചെയ്തു പോകരുത്. ഓരോ തവണയും അതിനൊരു പ്ലാൻ വേണം. ഓരോ തവണ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തി റിവൈസ് ചെയ്ത് പോവുക. അങ്ങനെ പലതവണ റിവൈസ് ചെയ്ത് കഴിയുമ്പോഴേ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ന്യൂറോണൽ നെറ്റ്വർക്കൊക്കെ ആ ഒരു മെമ്മറി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ബിൽഡ് ആകത്തുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് ആക്റ്റീവ് റീകോൾ ആണ്. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇന്നലെ ബയോളജി ഒരു NCERT ഒരു ചാപ്റ്റർ വായിച്ചു, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് പഠിച്ചായിരുന്നു, ഇക്വേഷൻ പുതിയതായിട്ട് പഠിച്ചായിരുന്നു. ഇന്ന് ബുക്ക് തുറക്കാതെ അല്ലെങ്കിൽ നോട്ട്ബുക്ക് തുറക്കാതെ ആ ഒരു കംപ്ലീറ്റ് കാര്യം എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുമോ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് ബേസിക്കലി ആക്റ്റീവ് റീകോൾ. ഇത് ചെയ്യാൻ വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല, ബട്ട് ആ ഒരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പഠിച്ച സാധനം തല പുകഞ്ഞ് ആലോചിച്ച് ഓർത്തെടുക്കാൻ നോക്കുമ്പം നമ്മളീ പറഞ്ഞ ആ ലോങ് ടേം മെമ്മറി ഫോർമേഷൻ എന്ന പ്രോസസ്സിനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 3 സ്റ്റെപ്പാണ് മെയിനായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് മെമ്മറി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെമ്മറി പവർ കുറച്ചുകൂടെ കൂട്ടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പറയാം. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറി ആക്കാൻ ആ ഒരു പ്രോസസ്സിലും വലിയ റോളുള്ള ഒരു പാർട്ടാണ് ഹിപ്പോ ക്യാമ്പസ്. ഹിപ്പോ ക്യാമ്പസിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് നേരം നടന്നാൽ പോരാ, മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഡെയിലി നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടുന്ന ആക്റ്റീവായിട്ടുള്ള എക്സർസൈസ് ചെയ്യുക. ഓവറോൾ ബ്രെയിൻ ഫംഗ്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ്, എസ്പെഷ്യലി ഹിപ്പോ ക്യാമ്പസ്. എക്സർസൈസ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് മെയിനായിട്ട് ഈ ലോങ് ടേം മെമ്മറി ഫോർമേഷനും അതുപോലെ റിപ്പയർ വർക്കുകളും ബ്രെയിനിലുണ്ടാക്കുന്ന വേസ്റ്റിൻ്റെ ഒക്കെ റിമൂവലും ഇതെല്ലാം സംഭവിക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് ആ ഉറങ്ങുന്ന സമയം സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം വല്ലാതെ കുറച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റിനെക്കാട്ടും കൂടുതൽ ദോഷമാണ് വരുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും കുറച്ച് പേരെങ്കിലും ടെൻഷനൊക്കെ കൂടിയിട്ട് ഇപ്പം ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് സാക്രിഫൈസ് ചെയ്ത് ആ സമയം കൂടെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെ ഉറക്കം കട്ട് ഷോട്ട് ചെയ്ത് പഠിക്കുന്നതൊന്നും നമ്മുടെ തലയിൽ എഫക്റ്റീവായിട്ട് കയറാനോ അതിൻ്റെ മെമ്മറി ഫോർമേഷൻ നടക്കാനോ സാധ്യതയില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. അടുത്ത പോയിന്റ് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. മുമ്പ് പറഞ്ഞ എക്സർസൈസും സ്ലീപ്പും ഒക്കെ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ടോപ്പിക്ക് ഈ സീരീസിലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട്.
അന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഇപ്പം ഇത്ര ഓർക്കുക, നിങ്ങൾ എക്സാമിന് തൊട്ട് മുമ്പ്, എക്സാമിന് കയറുന്നതിന് മുമ്പുള്ള ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒക്കെ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ക്രാം ചെയ്യാൻ ശ്രമിച്ചാലോ, അല്ലെങ്കിൽ ആ എക്സാമിനെ കുറിച്ച് ഓവറായിട്ട് ആലോചിച്ച് റിസൾട്ട് കുറഞ്ഞ എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തകൾ പോകുമ്പം അത് പഠിച്ച സാധനങ്ങൾ ഓർത്തെടുക്കാൻ ആ ഒരു എബിലിറ്റീനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് ബ്രെയിൻ ഹെൽത്ത് ആണ്. ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ വേണമെങ്കിൽ അതിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം ജങ്ക് ഫുഡും ഈ പറഞ്ഞ പോലെ ഹൈ ഷുഗർ ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒഴിവാക്കുക. അതുപോലെ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പും ഷുഗർ ഹൈ ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. മെമ്മറി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മിസ്റ്റേക്സ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മാക്സിമം എക്സാംസ് എഴുതി എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു എന്ന് പറഞ്ഞ് അത് മെമ്മറി സ്ട്രോങ് ആക്കത്തില്ല. പക്ഷേ ഒരു എക്സാമിൽ കുറച്ചധികം മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തി, കുറേ കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ വരുത്തി, അത് കാരണം നിങ്ങളുടെ റാങ്ക് കുറഞ്ഞു, അതിൽ നിങ്ങൾക്കൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രോങ് ഇമോഷണൽ സിഗ്നൽ ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് ക്രിയേറ്റ് എ സ്ട്രോങ് മെമ്മറി. സോ ആ മിസ്റ്റേക്ക് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയും. മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും പല കാര്യങ്ങളുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഇതുവരെ പറഞ്ഞതാണ്. അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ആ 3 കാര്യങ്ങൾ, ആക്റ്റീവ് ലേണിംഗ്, റെപ്പറ്റീഷൻ ആൻഡ് ആക്റ്റീവ് റീകോൾ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഡോപ്പയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ആവറേജ് ലെവലിൽ നിന്നും വളരെ നല്ലൊരു റാങ്കിലോട്ട് അല്ലെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ടിലോട്ടൊക്കെ പല പിള്ളേരും എത്തിയത് ഈ പോയിന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തുള്ള നമ്മുടെ റിവിഷൻ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയതുകൊണ്ടാണ്. എല്ലാ മനുഷ്യന്മാരുടെയും മെമ്മറി പവർ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. കുറച്ച് പേർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നും കുറച്ച് പേർക്ക് തീരെ ഓർമ്മയില്ല എന്നൊക്കെ തോന്നുന്നത് അവരതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും അപ്ലൈ ചെയ്യുക. ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.